ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് കോവയ്ക്ക വെച്ച കറി ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയോ. നല്ല സൂപ്പർ കറിയാണ്. ഒരു പാത്രം എടുപ്പിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം കടുക്, വട്ടത്തിൽ വെച്ച തക്കാളി, അല്പം ഇഞ്ചും വെളുത്തുള്ളി, അല്പം സവാള കൊത്തി അരിഞ്ഞത്. അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു സ്വല്പം ഇത്രയും മതി. തേങ്ങാക്കൊത്ത, കുറച്ച് മുളക് പൊടി, ഇത്രയും മല്ലിപ്പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾ ഏകദേശം ഈ പരുവാകുമ്പോൾ നമ്മളിതിനെ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ആറിയ ശേഷം നമുക്ക് മിക്സിക്കകത്ത് അരച്ചെടുക്കണം. നമ്മൾ മിക്സിയിലോട്ട് അരയ്ക്കാൻ എടുത്തിരിക്കുകയാണ്. അതേ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിക്കേണ്ടത്. ഒപ്പം ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ സ്വല്പം ഒഴിച്ചിട്ട് കോവയ്ക്കാവുന്ന നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അല്പം വെള്ളം. നമ്മളൊരു തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ പുളിയൊന്നും ഇതിൻ്റെ തക്കാളിയുടെ പുളി മാത്രം മതി. അതിനകത്ത് നന്നായിട്ട് വേകട്ടെ. അതിന് അവിടെ അടച്ചു വെക്കുകയാണ്. അവിടെ അങ്ങോട്ട് വേകട്ടെ. നമുക്ക് തുറന്ന് നോക്കിയാലോ. ആഹാ, അടിപൊളി. ഇത് നമ്മൾ അരച്ചെടുത്താണ്, ആദ്യം പറഞ്ഞ മിക്സാണ്. ഇതിനെ ചേർക്കാൻ പോകും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം. ആഹാ, എൻ്റെ പൊന്നു മക്കളെ, നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. നല്ല ഒരു പിന്നെ ആവശ്യമുള്ള ഇച്ചിരി പുളി ചേർക്കാൻ കേട്ടോ. വേണ്ടിയൊരു മാത്രം, വേണ്ടാത്തൊരു ചേർക്കണ്ട. ഓക്കെ, ഈ പരുവത്തിൽ നമുക്ക് ചോറിനകത്ത് ഒഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ കറി? നല്ല സൂപ്പർ കറിയാണ്. ചോറിനകത്ത് ഒഴിക്കാൻ നല്ല. നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നല്ലേ അറിയത്തുള്ളൂ. കോവയ്ക്ക വെച്ച് ഇങ്ങനെ ചെയ്യാം, മനസ്സിലായി? ആക്ച്വലി നമുക്കിത് വേണമെങ്കിൽ ഈ ഒരു തീര് പോലെ വെക്കാം. പക്ഷേ തീരാതെ ഇച്ചിരി തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല കറുത്ത. ഇതതിൻ്റെ ആവശ്യമില്ല. ഇച്ചിരി തേങ്ങ, അല്പം എണ്ണ കുറച്ച് നമ്മുടെ ഹെൽത്തിന് ആരോഗ്യപരമായി ചെയ്യുക. ഓക്കെ, ഒന്ന് ശ്രമിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കൂ. ലൈക്ക് ചെയ്യൂ. താങ്ക് യു.